ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും സർവചരാചരങ്ങൾക്കും സുഖമുണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും പ്രപഞ്ചത്തിലും പ്രകൃതിയിലും കുടികൊള്ളുന്ന മഹാത്മാവിനെ മനസ്സാ സ്മരിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം. ഇന്നലെ പറഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ എന്നല്ല, പറഞ്ഞു വരുന്നത് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ ആത്മോല്ലാസ് എന്ന ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം, കുറേ അറിഞ്ഞതിന് ശേഷം പറയണം എന്ന് കരുതി പോകുമ്പോൾ പലർക്കും എന്തെങ്കിലും ഒരു അറിവ് നേടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കിട്ടുന്നവർക്ക്, അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ളവർക്ക് അത് കിട്ടാനായിക്കൊണ്ട് വീണ്ടും വഴുകും എന്നത് മുൻനിർത്തിയാണ് കുറഞ്ഞൊരറിവ് കിട്ടുന്ന പക്ഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അത് ഭാഗ്യം ചെയ്തവർക്കായിട്ടത് കിട്ടുകയും ഭാഗ്യമില്ലാത്തവർക്കും കിട്ടട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കിട്ടും എന്നുള്ളൊരു ആശ്വാസവും എന്നിൽ ആനന്ദമുദിക്കുന്നു. എന്നാലും കിട്ടേണ്ടവരിൽ ഇത് കിട്ടും, എത്തേണ്ടവരിൽ ഇതെത്തും എന്നുള്ള ചിന്തയോടുകൂടി മനുഷ്യകുലത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും കണ്ടുകൊണ്ടാണ് ഇപ്രകാരമുള്ള വിവരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, എവരിലേക്ക് എത്തിക്കുവാനായിക്കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം എല്ലാവരും ഇത് കേട്ടവർക്കാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരം, മനസ്സിനോ ശരീരത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള സുഖം ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഒരു മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പ്രിയപ്പെട്ടവർക്കായി നിങ്ങൾ അറിയിക്കണം. അവരെ ഇത് കേൾക്കുവാനായിക്കൊണ്ടായതിൻ്റെ ഭാഗവത്താക്കണം. നമ്മളെന്ത് കിട്ടുമ്പോഴും നമ്മളുടെ എല്ലാം സുഖ സൗകര്യങ്ങൾക്കായിക്കൊണ്ടും ആയത് നമുക്കൊരുക്കി തന്നിട്ടുള്ള പ്രപഞ്ചത്തോടും പ്രകൃതിയോടും നമുക്ക് അന്നമായും വെള്ളമായും നൽകിക്കൊണ്ടിരിക്കുന്ന ഭൂമിയോടൊക്കെ നമ്മൾ കടപ്പെട്ടവരാണ് ജീവിച്ചിരിക്കുമ്പോൾ. നമുക്ക് ഭൂമിയില്ലാതെ ജീവിക്കാനായിക്കൊണ്ട് പറ്റില്ല. ഭൂമിയിൽ നിന്നും കിട്ടുന്ന ജലവും ഭൂമിയിൽ നിന്നും കിട്ടുന്ന അന്നപാനീയങ്ങളും കിട്ടാതെ നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ആ ഭൂമി പ്രകൃതി മാതാവാണ്, പ്രപഞ്ചം പുരുഷനാണ് എന്ന് പറയുന്നു. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു വന്നിട്ടുണ്ട്. മുൻപ് പറഞ്ഞതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെ. അവതരണത്തിലും വാക്കുകളിലൊക്കെ പോരായ്മയുണ്ട്, ക്ഷമിക്കണം. ഇതെല്ലാം പറഞ്ഞ് പഠിച്ചതിനൊക്കെ ശേഷം ഇതിന് നമുക്ക് ചിലപ്പം അങ്ങനെയൊക്കെ പഠിച്ചു വരുമ്പോൾ ആ പഠിപ്പ് നമുക്ക് ചിലപ്പം അങ്ങനെ പറയാനായിക്കൊണ്ട് ചിലപ്പം സാധിച്ചില്ല എന്ന് വരും. അതുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടോ പറഞ്ഞിട്ടോ അല്ല പറയുന്നത്. അതുകൊണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ എന്തായാലും ആദ്യം തന്നെ ആരും ജനിക്കുന്ന ഉടനെ തന്നെ നീക്കണില്ല, നീച്ചാലുടനെ തന്നെ ഇരിക്കണില്ല, ഇരുന്നാലുടനെ തന്നെ നടക്കണില്ല. ഒക്കെ സാവകാശമല്ലേ ആയി വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മകളൊക്കെ തുടക്കത്തിലുണ്ടായിട്ടുണ്ട്, പോരായ്മകളുണ്ടായിട്ടുണ്ട്. ക്ഷമിക്കണം. എല്ലാവരും ഈ വീഡിയോകളെല്ലാം കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. അത് പോരായ്മയുള്ള വീഡിയോകളാണെങ്കിലും കുറച്ചെങ്കിലും ഒരു നന്മ ആയതിലെല്ലാം ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ സൗകര്യങ്ങൾ, വീടായാലും നാട്ടിലുള്ളത് എന്തെല്ലാമായാലും, വാഹന സൗകര്യങ്ങളായാലും, ചിലർക്ക് വാഹന സൗകര്യങ്ങളുണ്ടാവും. വീട് ഇപ്പം ഇന്നലെ വീടിനെ പറ്റി പറഞ്ഞു. എന്നാലും ആ വീടും ഒരുക്കങ്ങളും ചമയങ്ങളും ആ വീട്ടിനകത്തുള്ള ഉപയോഗ വസ്തുക്കളും എല്ലാം നമ്മളിലെത്തിച്ച പല ആളുകളുടെയും പ്രയത്നങ്ങൾ കൊണ്ടും എല്ലാമാണ് നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ സുഖ സൗഭാഗ്യങ്ങളെയും ആ ഈശ്വരനെ
സ്മരിച്ചുകൊണ്ട് നമ്മൾ നന്ദിയോടുകൂടി നന്ദി പറയണം. ഇത്രയുമെല്ലാം സുഖസൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നിട്ടുള്ള മഹാത്മാവെ ഒരുപാട് നന്ദിയോടുകൂടി സ്മരിക്കുന്നു. അതാണ് അങ്ങനെ നമ്മൾ ഒരുപാട് കർമ്മങ്ങളിലും പോരായ്മകളിലൂടെ ജീവിക്കുന്ന ആളുകളാണ്. എല്ലാ കുറ്റങ്ങളും കുറവുകളും തികഞ്ഞവരല്ല നമ്മൾ ആരും. എന്തെല്ലാം കുറ്റങ്ങളാണോ കുറവുകളാണോ നമ്മളിൽ അവശേഷിക്കുന്നത്, ആ കുറ്റങ്ങളും കുറവുകളെല്ലാം നമ്മളിൽ നിന്നും പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഇനിയുള്ള കാലമെങ്കിലും ഈശ്വരൻ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള, പ്രകൃതി നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള, പ്രപഞ്ചം നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള, അമ്മ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള, അച്ഛൻ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള പോകുവാനായിട്ടുള്ളൊരു സമയം, ആയുസ് പോകുവാനായിട്ടുള്ള സമയം എന്നാണെന്ന് അറിഞ്ഞുകൂടാ. ആയതുകൊണ്ട് പോകുന്ന സമയം വരേക്കും അറിഞ്ഞതിൽ നിന്നുകൊണ്ട് ആരാധിച്ചുണരണം, ഉണർന്നുയരണം എന്ന് പറയുന്നു. നമുക്കെന്തെങ്കിലും അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ അറിവിലൂടെ നമ്മൾ ഉണരണം, അറിവ് നേടിക്കൊണ്ട് ഉണരണം. ആയതിൽ നിന്നുകൊണ്ട് നമ്മൾ ഉയരണം. നമ്മളത് അതിൽ നിന്നും പ്രവർത്തിച്ചുകൊണ്ടോ മനസ്സിലാക്കിക്കൊണ്ടോ ആയ ആ കാവ്യത്തോടു കൂടി നമ്മളും നല്ല കാവ്യം രചിക്കുവാനായിക്കൊണ്ട് തയ്യാറാകണം. അവനവൻ്റെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ കാവ്യം, ഏറ്റവും വലിയ കഥ അത് തന്നെയാണ്. അതിനെ പരിശുദ്ധമാക്കണം, പവിത്രമാക്കണം. മാനുഷിക ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാവണം ആ ജീവിതം. അങ്ങനെ ഇരിക്കുന്ന സമയം നമുക്ക് മനുഷ്യനായും, പോകുന്ന സമയത്ത് നമുക്ക് മനുഷ്യനായിട്ടും പോകണം. ആ അമ്മ അച്ഛനെ മകനെ ഏൽപ്പിക്കുന്ന സമയം അമ്മ പറയുകയാണ്, നമ്മുടെ മക്കളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അങ്ങ് സ്വീകരിക്കണം. എല്ലാ കർത്തവ്യങ്ങളും നിർവഹിച്ചിട്ടുള്ള ഒരു നല്ല കലാകാരനാണ് നമ്മുടെ മക്കൾ. അപ്പോൾ നമ്മുടെ മക്കളെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് നല്ലമ്മ നല്ലച്ഛനായിക്കൊണ്ട് നമ്മളെ ദേഹിയെ സമർപ്പിക്കുമ്പോൾ ആ അച്ഛനിൽ ദേഹിയെ മാറോട് ചേർക്കുവാനായിക്കൊണ്ടുള്ള ആ ഉത്തരവാദിത്വം നമ്മൾ ആ കർത്തവ്യം നിർവഹിക്കാനായിക്കൊണ്ട് തയ്യാറാകണം. അവിടെയാണ് കൂട്ടരെ സ്വർഗം. അതാണ് സ്വർഗമെന്ന് ധരിച്ചിട്ടുള്ളത്. ഭൂമിയിലൂടെയുള്ള വാസം കൊണ്ട് ഭൂമിയിൽ വസിക്കുന്ന സമയം ഒരു മനുഷ്യൻ എന്നുള്ള കർത്തവ്യ മൂല്യങ്ങളോടുകൂടി ജീവിക്കുന്ന പക്ഷം അതൊരു സ്വർഗീയപരമായിട്ടുള്ള അവസ്ഥ. ആ സ്വർഗീയപരമായിട്ടുള്ള ആ ആനന്ദത്തിൽ നിന്നും ഉയർന്ന ബോധമായി പരിണമിച്ച് ഇത് പ്രപഞ്ചമായി മഹാത്മാവിൽ, മഹാദേവനിൽ നമ്മൾ അറിയുന്നു. ആ അമ്മയ്ക്ക് എന്താണുള്ള വിഷമം? താൻ ജനിപ്പിച്ചിട്ടുള്ള തൻ്റെ മക്കളുടെ നേരായിട്ടുള്ള മാർഗങ്ങളിലൂടെ അല്ല പോകുന്നതറിയുമ്പോൾ ഉണ്ടാകുന്നൊരു പെറ്റമ്മയ്ക്കുണ്ടാകുന്ന ആ ഒരു വിഷമം തൻ്റെ പെറ്റമ്മയ്ക്കും ഉണ്ടാകുന്നു, പ്രകൃതിക്കുണ്ടാകുന്നു എന്ന് പറയുന്നു. നമ്മൾ കുറ്റങ്ങൾ പറയുമ്പോഴും, കുറ്റങ്ങൾ ചിന്തിക്കുമ്പോഴും, ദോഷങ്ങൾ പറയുമ്പോഴും, ദോഷങ്ങൾ പ്രവർത്തിക്കുമ്പോഴും അനീതിയും അക്രമവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ മയക്കുമരുന്നുകളും മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്നതിലൂടെ ഉള്ള നമ്മുടെ പ്രവർത്തനങ്ങളും ആ ജീവിത രീതിയും കാണുമ്പോൾ പെറ്റമ്മ എങ്ങനെ ദുഃഖിക്കുന്നുവോ ആയ പ്രകാരം തന്നെ പോറ്റമ്മയായ പ്രകൃതിയും ദുഃഖിക്കുന്നു. അച്ഛനെ ഇപ്രകാരമാണോ ദുഃഖം കൊള്ളുന്നത്, അപ്രകാരം തന്നെ പ്രപഞ്ചമാകുന്ന പിതാവും ദുഃഖം കൊള്ളുന്നു. അങ്ങനെ ഒരുപാട് ദോഷമായിട്ടുള്ള അന്തരീക്ഷങ്ങളും കാര്യങ്ങളും അധർമ്മങ്ങളും ഭരണപരമായും ജീവിതപരമായും അധർമ്മങ്ങളും മാത്രമായിട്ട് വാഴുന്ന കാലത്താണ് ഈ പ്രകൃതിയും പ്രപഞ്ചവും കോപിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നത്. പ്രകൃതിയൊക്കെ കോപിക്കുന്ന പക്ഷം ഉരുൾപൊട്ടലുകളും വെള്ളപ്പൊക്കവും മറ്റും വായുകോപവും കാറ്റായിട്ടും
അതുപോലെ തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. അതൊന്നും കാണുമ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല ഇതെന്താ കാര്യങ്ങൾ. വേണ്ട സമയത്ത് മഴ കിട്ടണില്ല, അല്ലെങ്കിൽ വേണ്ട ക്രമത്തിൽ കിട്ടണില്ല. കിട്ടുമ്പോൾ അധികം മഴ കിട്ടുന്നു, ഒരുപാട് കഷ്ടനഷ്ടങ്ങളും നാശനഷ്ടങ്ങളും സംഭവിക്കുന്നു. ഒരുപാട് കഷ്ടനഷ്ടങ്ങളും നാശനഷ്ടങ്ങളും സംഭവിക്കുന്നു. അത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നമ്മൾ വളരുന്നു ഉണ്ടെങ്കിലും ബോധ്യപ്പെടുന്നില്ല അതെന്തുകൊണ്ട് പ്രകൃതി കോപിക്കുന്നത്, എന്താണ് താളം തെറ്റാൻ എന്താണ് കാരണം, ഇതിൻ്റെ ഒരു ഉറവിടം എന്താണെന്ന് കണ്ടെത്തുവാനായിക്കൊണ്ടുള്ള ശ്രമം അവർ നടത്തുന്നില്ല. അതുകൊണ്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാവരും അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ വിവരിച്ചിരുന്നു. ഇനി വരാനിരിക്കുന്നത്, തന്നെ വരാനിരിക്കുന്നത് ചൂടിൻ്റെ പ്രശ്നമാണ്, വെയിലിൻ്റെ പ്രശ്നമാണ്. സൂര്യനിൽ നിന്നുണ്ടാകുന്ന താപത്തിൻ്റെ കാഠിന്യം ഏറിയിട്ടുള്ള ചൂടാണ് വരാനിരിക്കുന്നത്. ആയതിൽ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം ക്രമീകരിക്കണം. ആയതുപോലെ ഏത് കഴിവില്ലാത്ത ഒരാളാണെങ്കിലും ഒരു കൂടുതൽ സൗകര്യമുള്ള ഒരു ഹാളിലോ അല്ലെങ്കിൽ വലിയൊരു റൂമിലോ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഒരു AC വെച്ചോളൂ. കുറച്ച് സമയമെങ്കിലും കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം. ഒരു കട്ടിൽ കിടക്കുന്ന ഒരു കുറച്ച് സൗകര്യമുള്ള ഒരു റൂമാണെങ്കിൽ ആ റൂമിൽ നിന്നും കട്ടിൽ മാറ്റിക്കൊണ്ട് അതിൽ മറ്റുള്ള ചൂടിനെ പ്രതിരോധിക്കാത്തതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കിടക്കാൻ ഉപയോഗിക്കുന്ന കിടക്കയോ മെത്തയോ ഒക്കെ ആണെങ്കിൽ അത് മാറ്റി നിർത്തിക്കൊണ്ട് നല്ല ശരീരത്തിന് മയം കിട്ടുന്നതായിട്ടുള്ള സുഖം കിട്ടുന്നതായിട്ടുള്ള വിരികളോ മറ്റോ വിരിച്ച് എല്ലാവരും കൂടി ആ റൂമിൽ കിടക്കുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് സുഖമായിട്ട് ഉറങ്ങുവാനായിക്കൊണ്ടുള്ളൊരു സന്ദർഭം വന്നു ചേരും. അങ്ങനെ ശ്രദ്ധിച്ചാൽ കഴിവുള്ളവർ ചെയ്തോളൂ, ഇല്ലാത്തവർക്ക് നിർബന്ധിക്കില്ല. ഭക്ഷണത്തിലൊക്കെ ഒരു ക്രമീകരണം വരുത്തി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയും. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വരുന്ന ഡിസംബർ മാസം ആദ്യമോ അല്ലെങ്കിൽ പകുതി കണ്ടോ അല്ലെങ്കിൽ അവസാന ഭാഗത്തോ വലിയ വലിയ ദോഷങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനൊക്കെ താങ്ങാൻ പറ്റാത്തതായിട്ടുള്ള എന്തോ രോഗങ്ങളോ, ശരീരം പൊട്ടുന്നതായിട്ടോ മുറിവുകളാകുന്നതായിട്ടോ രോഗമോ, അതൊരുപാട് മനുഷ്യന് ശാരീരികവും മാനസികപരമായിട്ടുള്ള ഒരുപാട് വിഷമം സൃഷ്ടിക്കുന്ന ആണെന്ന് അറിയുന്നു. അതുപോലെ തന്നെ അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്നൊരവസ്ഥ വരിക, ചൂടിൻ്റെ കാഠിന്യം, ഇതെല്ലാം ഈ ഡിസംബർ മാസത്തിൽ സംഭവിക്കും എന്ന് പറയുന്നു. ഇതൊക്കെ പ്രപഞ്ചത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ പോരായ്മകളിൽ നിന്നും പ്രപഞ്ചം കോപിക്കുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഈ വരുന്ന ചൂടുകളെ നമുക്ക് നിയന്ത്രിക്കുവാനും നമ്മുടെ ശരീരത്തിന് താങ്ങുവാനും തണലാകുവാനും വേണ്ടിയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ക്രമീകരിക്കുവാനും ഔഷധ ഗുണമുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വൃത്തിയോട് കൂടിയിട്ട് കൂടുതൽ വിഷമയമല്ലാത്തതാക്കി തീർത്തുകൊണ്ട് നമ്മൾ കഴിക്കണം. മത്സ്യവും മാംസവും കഴിക്കുന്നതിന് അളവ് കുറയ്ക്കുകയും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും അരിയും ധാന്യങ്ങളും അടങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് കൂടുതലും കഴിക്കേണ്ടതെന്നും നല്ലോണം വേഗം ദഹിക്കുന്ന രീതിയിൽ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ട് കഴിക്കണം എന്നൊക്കെ പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതായാലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ പറയുന്നു, അങ്ങനെ നമ്മൾ ഏത് കിട്ടിക്കഴിഞ്ഞാലും നമ്മളെ മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് വേണം നമ്മളത് സ്വീകരിക്കാൻ. ഇതെന്താണ്? പണമാവാം, ധാന്യങ്ങളാവാം, പച്ചക്കറികളാവാം, എന്തുമാവട്ടെ, അല്ലെങ്കിൽ വസ്തുക്കളാവാം, ഭൂമിയാവാം, പണമാവാം, എന്തുമാവട്ടെ, ഇതെല്ലാം നമുക്ക് തന്നിട്ടുള്ള മഹാദേവനെ നന്ദിയോടുകൂടി സ്മരിക്കണം. മഹാത്മാവിനെ നന്ദിയോടുകൂടി സ്മരിക്കും. മഹാദേവൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയണമെന്നില്ല. നിങ്ങൾക്ക് എന്താണോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആരാധിക്കുന്നത് എന്താണോ അതൊക്കെ അത് പറഞ്ഞാൽ മതി. എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറയണമെന്നില്ല. നല്ലതായിട്ട് ചിന്തിക്കണം. ഏതെങ്കിലും
ഏതെങ്കിലും തരത്തിലുള്ളൊരു ആളെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, പൂജിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല ഈ കാര്യങ്ങൾ ഉണർത്തിക്കുന്നത്. ഞാൻ കാണുന്നത് നിങ്ങളും ഞാനും മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ബോധം നമ്മിൽ നശിച്ചതുകൊണ്ട് മനുഷ്യനല്ലാത്തതായിട്ടുള്ള രീതിയിലൂടെ മുന്നോട്ട് പോകുന്നു. അത്തരത്തിലുള്ളൊരു ജീവിത സാഹചര്യത്തിലൂടെ നാടിനും നഗരത്തിനും വീടിനും കുടുംബത്തിനും മക്കൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്നൊരവസ്ഥയിലൂടെ നാട് പോകുന്നു. അതിൽ നിന്നും ഒരു വ്യതിചലനം വേണം, ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണം. ആയതിനായിക്കൊണ്ടാണ് പറയുന്നത്. നല്ലതറിഞ്ഞു വാഴണം ഏവരും. നല്ലതറിഞ്ഞും നല്ലതനുസരിച്ചും നല്ലത് കേട്ടും നല്ലത് കണ്ടും നല്ലത് വാങ്ങിയും നല്ലത് കൊടുത്തും വാഴണം ഏവരും എന്ന് പറയുന്നു. നല്ലതിൻ്റെ മാർഗങ്ങൾ നമ്മൾ തേടി നല്ലത് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, നല്ലത് കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മളിലുള്ള മഹാത്മാവിനെ വിളിച്ചുകൊണ്ട്. അപ്പോൾ ചിലരൊക്കെ പറയും, അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ മാസക്കുളിയൊക്കെ ആയാലും സ്ത്രീകൾ പറയും മാസക്കുളിയൊക്കെ ആയപ്പോൾ അതൊക്കെ പറ്റുമോ? മാസക്കുളിക്ക് എന്താ പ്രശ്നം? മാസക്കുളി ഉള്ള സമയത്ത് മാസക്കുളി ആയിക്കോട്ടെ, അർത്ഥമുള്ള സമയത്ത് അതായിക്കോട്ടെ എന്ന്. അതിനെന്താ അവിടെ തടസ്സം? നിങ്ങളിലുള്ളത് ഈശ്വരനല്ലേ? ആ ഈശ്വരാംശം എല്ലാ സമയത്തും നിങ്ങളിലുള്ളത് നിങ്ങളെ വിട്ടുപോയാൽ പിന്നെ നിങ്ങളുടെ ശരീരമുണ്ടോ, ദേഹമുണ്ടോ? അതാണ്. അവിടെ ഒരു മാസക്കുളിയോ ആർത്തവവും ഒന്നുമില്ല. ആ മഹത്തായ ആ ചൈതന്യത്തെ ദർശിക്കുവാനായിക്കൊണ്ട് വിളിക്കുവാനായിക്കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ അശുദ്ധരാകുന്നില്ല. ഏത് സമയത്തും നിങ്ങൾക്ക് ആ മഹാത്മാവിനെ വിളിച്ച് നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് പറയാം, പ്രാർത്ഥിക്കാം. ഇത് തന്നുപോയിട്ടുള്ള അത് കിട്ടുവാനായിക്കൊണ്ട് തന്നെ പ്രാപ്തനാക്കിയിട്ടുള്ള മഹാത്മാവിനെ നന്ദിയോടുകൂടി സ്മരിക്കുന്ന ആയപോലെ ഇപ്രകാരം മറ്റുള്ളവർക്കും നല്ലത് കിട്ടട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. നമുക്ക് കിട്ടുന്നത് ഗുണപരമായിട്ടുള്ള അവസ്ഥ എന്താണോ ആ അവസ്ഥ മറ്റുള്ളവർക്കും ഉണ്ടായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. അവിടെയാണ് ഈശ്വരൻ്റെ സ്ഥാനം, കരുണയുടെയും കാരുണ്യത്തിൻ്റെയും. ഒരു പണവും കൊടുക്കാതെ കണ്ട് ഒന്നും ചിലവാകാതെ കണ്ട് നമുക്ക് കാരുണ്യമുള്ളവരാവാം പ്രാർത്ഥനയിലൂടെ. നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും രോഗദുരിത ശാപപാപങ്ങൾ തീർക്കുവാനായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും ദോഷദുരിതങ്ങൾ തീർക്കുവാനായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ല വിദ്യ ഉണ്ടാവാനായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നല്ല അറിവുണ്ടാവാനായി പ്രാർത്ഥിക്കുക. രോഗദുരിതങ്ങൾ ഇല്ലാതിരിക്കാനായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. രോഗങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും ശാപങ്ങളും പാപങ്ങൾ കൊണ്ടും കഴിയുന്നവർക്കായിക്കൊണ്ടൊരു കാരുണ്യമുള്ള പ്രാർത്ഥന നടത്തുക. ആയവരുടെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളെയും തീർത്ത് അവർക്ക് സുഖം നൽകണം സർവാത്മാവേ, അല്ലെങ്കിൽ സർവേശ്വര, എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾ നല്ല വഴിയെ നല്ല മാർഗത്തിലൂടെ നല്ല ചിന്തയിലൂടെ ജീവിക്കാൻ നമ്മൾ ആ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു നന്മയുടെ പ്രകാശം വരുന്നതായി നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. ഒരാൾ പറഞ്ഞിട്ടല്ല, സ്വയം അനുഭവസ്ഥരായി മാറും എന്ന് പറയുന്നു. അധികം വൈകാതെ അത് സ്ഥിരമായിട്ട് ഈ പ്രകാരം തുടർന്നോളും. എന്ത് കിട്ടുമ്പോഴും നമ്മൾ മഹാത്മാവിനെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളത് സ്വീകരിക്കണം എന്ന് പറയുന്നു. ആയതുപോലെ തന്നെ നമ്മളൊരാൾക്ക് എന്താണോ കൊടുക്കുന്നത്, പണമാവാം അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾ കൊടുക്കുന്നുണ്ടാവും, ആഹാരം കൊടുക്കുന്നുണ്ടാവും. ആഹാരം കൊടുക്കുമ്പോഴും നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്, ഈ ആഹാരം കഴിക്കുന്നത് ആരാണ്? മക്കളാവാം, ഭാര്യയാവാം, ഭർത്താവാം, അച്ഛനാവാം, അമ്മയാവാം, കുടുംബങ്ങളാവാം, പണിക്കാരനാവാം, ആരുമാവാം. നമ്മൾ ആർക്കാണോ ഭക്ഷണം കൊടുക്കുന്നത്, ഈ ഭക്ഷണം കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സർവ്വ ഔഷധ ഗുണങ്ങളും ഭക്ഷണങ്ങളും അവരുടെ ദേഹത്തിൽ ഉണ്ടായിത്തീരട്ടെ. അവരുടെ ദേഹത്തിന് എന്താണോ ആവശ്യമായിട്ടുള്ളത് ആ ആഹാരമായി ഈ ആഹാരം മാറട്ടെ. എന്ത് നല്ല കാവ്യമാണ്, ചിന്തിച്ചു നോക്കണം. ആ മനുഷ്യന് എന്താണോ വേണ്ടത്, മനുഷ്യൻ്റെ ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സർവ്വ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും ഈ ആഹാരത്തിൽ അടങ്ങിയിരിക്കട്ടെ. ഈ ആഹാരം പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. നമുക്ക് മുക്തി കിട്ടാൻ വേറെ എന്തെങ്കിലും പോകണം, അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇപ്രകാരമുള്ള നടപടി തുടർന്നോളൂ. കഴിച്ചിലാവും ഓരോരുത്തരും.
ഇതൊക്കെ പറയുന്നുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു മുറിയിൽ അടച്ചു പൂട്ടേണ്ട ഒരു ഗതി വരികയെ അല്ലെങ്കിൽ അടച്ചു പൂട്ടി നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പൂജ ചെയ്യാനൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പണിയെടുക്കുക, ആ പണീൻ്റെ ഇടയിൽ കൂടി ഇതൊക്കെ സാധിക്കും. ചിലർ പറയുന്നതൊന്നും പ്രാർത്ഥിക്കാൻ എനിക്കിവിടെ ഒരു സൗകര്യമില്ല, റൂമില്ല, പൂജാമുറിയില്ല, അല്ലെങ്കിൽ അത്രയും സൗകര്യമുള്ളതൊന്നുമില്ല, ഞങ്ങൾക്ക് കുടുംബക്ഷേത്രമുണ്ട് അതുപോലെ ദൂരെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദേശക്ഷേത്രമുണ്ട് അതുപോലെ ദൂരെയാണ്, അതുകൊണ്ട് പോകാൻ ഒഴിവിട്ടില്ല, പോകാനില്ല, പോയിട്ട് കുറേ ആയി, പിന്നെ എവിടെ നിന്നാണ്ടാണ് ഇതൊക്കെ പറയുന്നു. ക്ഷേത്രത്തിൽ പോയിട്ട് പറയാനോ പള്ളിയിൽ പോയിട്ട് പറയാനോ ആരാധനാലയത്തിൽ പോയിട്ട് പറയുവാനല്ല നിർദ്ദേശിക്കുന്നത്. അതൊക്കെ പോകുന്നത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക, പോകാൻ പറ്റുന്ന സമയത്ത് പോവുക, സാധാരണ പോണ പോലെ പോവുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൊരു മാറ്റം വരുത്തുക. അതാണ് അത് വീട്ടിലായിരുന്നാലും ക്ഷേത്രത്തിലായിരുന്നാലും മറ്റെവിടെ ആയിരുന്നാലും